ശ്രീമാത്രേ നമഃ. മന്ദസ്മിത പ്രഭാപൂരം അജ്ജത് കാമേശ മാനസ. സല്ലാപം നടത്തുന്ന ദേവിക്ക് ടെൻഷൻ ഉണ്ടാകാൻ പറ്റില്ല. പരമവിശ്രാന്തി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവളാണ് ദേവി എന്നു നാം കണ്ടു. സല്ലപിക്കുമ്പോൾ ആനന്ദമാണ് ഉണ്ടാകുക. അപ്പോൾ സല്ലപിക്കുന്നതിൻ്റെ പിന്നോടിയാണ് ഈ മന്ദസ്മിതം. ദേവി വളരെ സന്തോഷവതിയാണ്, ആനന്ദാവസ്ഥയിലാണ് ദേവി. ആ ആനന്ദാവസ്ഥയിൽ നിന്നാണ് സല്ലാപം ഉണ്ടാകുന്നത്. സല്ലപിക്കുന്ന ദേവിക്ക് പ്രകൃത്യാലുള്ളതായിരിക്കണം ആ മന്ദസ്മിതം. നോക്കൂ, ആ നാമങ്ങളുടെ ഒരു ഒഴുക്ക് ഒരു നാമത്തിൽ നിന്ന് വേറൊരു നാമത്തിലേക്ക് ഒഴുകിയെത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ ദേവിയുടെ മന്ദസ്മിതം, ആ ചിരി കാമേശ്വരന്റെ മനസ്സിനെ പോലും മുക്കിക്കളഞ്ഞുവെന്നാണ്. ദേവി ഒന്ന് ചിരിച്ചപ്പോൾ കാമേശന്റെ മനസ്സതിൽ മുങ്ങിപ്പോയി, മയങ്ങിപ്പോയി. കാമേശനെ പോലും മയക്കിയവളാണ് ഈ ദേവി. ഈ കാമേശ്വരൻ ആരാ? പണ്ട് ഒളിഞ്ഞിരുന്ന് അമ്പെയ്ത കാമദേവനെ തൃക്കണ്ണുകൊണ്ട് നോക്കി ദഹിപ്പിച്ചവൻ, അതായത് കാമത്തെ ജയിച്ചവനാണ് ശിവൻ. ആ കഥ പറയുന്നത്, പരമശിവൻ സതീദഹനം കഴിഞ്ഞതിന് ശേഷം ധ്യാനനിരതനായി. ആ സമയത്ത് ലോകത്ത് താരകാസുരൻ എന്നൊരു അസുരനുണ്ടായി. താരകാസുരന്റെ ശല്യം സഹിക്കാൻ വയ്യാതായപ്പോൾ ദേവന്മാർ കാമദേവനെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. ആ ഉത്തരവാദിത്വം പ്രവൃത്തിപഥത്തിലെത്തുമ്പോൾ തൻ്റെ മരണം സംഭവിക്കും എന്നറിയാമായിരുന്നെങ്കിലും കാമദേവൻ അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. മഹർഷീശ്വരന്മാർ ഇങ്ങനെ പറയുന്നു: ഈശാവാസ്യമിതം സർവം യത് കിഞ്ചിത് ജഗത്യാം ജഗത്. ഈ ലോകം മുഴുവൻ ഈശ്വരനാൽ ആവസിതമായിരിക്കുന്നു. അതുകൊണ്ട് ഈശ്വരനാൽ ആവസിതമല്ലാത്ത ഒരു ഇഞ്ച് സ്ഥലം പോലുമില്ല. എന്നിൽ നിന്ന് അന്യമായിട്ട് ഒരു ഇഞ്ച് സ്ഥലം പോലുമില്ല എന്ന് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ ഉപദേശിക്കുന്നു. എല്ലാ ഭൂതങ്ങളുടെയും ഉള്ളിൽ ഈശ്വരൻ ഇരിക്കുന്നു. ഭൂതം എന്നാൽ ഭവിച്ചത് അല്ലെങ്കിൽ ഉണ്ടായത് എന്നർത്ഥം. ഞാൻ ഈശ്വരന്റെ അംശമാണെന്ന ഭാരതീയ സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് അപകർഷതാബോധമില്ല. നമ്മൾ നിസാരരാണ്, നമുക്കൊന്നും സാധിക്കില്ല എന്ന തോന്നൽ ഉണ്ടാകുകയില്ല. നമുക്ക് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ മടിയാണ്. ഈ അപകർഷതാബോധം കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു. പുരാണങ്ങൾ പറയുന്നു, ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചപ്പോൾ കാമദേവൻ അത് സ്വീകരിച്ചു. കാമദേവൻ ആ സിനേറിയോ തന്നെ മാറ്റി. എല്ലാം തയ്യാറായി. വസന്തം വന്നു, മലയമാരുതൻ വന്നു, കൈലാസത്തിലെ തണുത്തുറഞ്ഞ അന്തരീക്ഷം മാറ്റി. അവിടെ ഒരു മോഹിപ്പിക്കുന്ന അതീവ മനോഹരമായ ഒരു കാലാവസ്ഥയാക്കി മാറ്റി. കാമദേവൻ കാമബാണമെയ്യാൻ റെഡിയായി നിന്നു.